എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് സമയവും സന്ദർഭമൊന്നുമില്ല. എനിക്ക് അവിടെ ജോലി ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലും തോന്നി എഴുതുന്ന ഒരാളാണ്. അത്യാവശ്യം പ്രാദേശിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയാണ്, കുറച്ച് സംസാരിക്കാൻ പാടില്ല, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സംസാരിക്കാവൂ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തിനാ ഞാൻ അറിയിക്കണേ? എനിക്ക് വായി തന്നിരിക്കുന്നത് ദൈവമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാനുള്ള ഞാനാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം തെറ്റായിരിക്കാം. അതെനിക്ക് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റുള്ളൂ. ഇതെല്ലാം എൻ്റെ ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും അവാർഡ്, ഇത്രയും അംഗീകാരം കിട്ടിയ മക്കളെന്ത് പറയണം? മക്കൾക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം മക്കളിപ്പോൾ പറയുന്നത് വെച്ചാൽ അച്ഛനും മക്കൾക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഈ അവാർഡ് കൊണ്ടപ്പോൾ ഞങ്ങളുടെ അവാർഡൊന്നും കാണാൻ പറ്റുന്നില്ലെന്നാണ്. അച്ഛൻ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? അവർക്ക് പുള്ളിക്ക് ഇവർക്കൊക്കെ ഒരുപാട് പ്രോഗ്രാം, പിള്ളേർക്ക് കലോത്സവങ്ങളിലൊക്കെ അവർ ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുകയും 7 വർഷം ഇവിടുന്ന് ഇവിടെ മോഡൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പോകുന്ന കുട്ടികളായിരുന്നു. അവർ കലാപ്രതിഭകളൊക്കെ ചെണ്ട, പിന്നെ ഓർക്കസ്ട്ര. ഇപ്പൊ ഇവിടെ കലോത്സവം നടക്കില്ല. പക്ഷെ രണ്ടുപേരും ഇല്ല. ഒരാള് തൃശ്ശൂര് ഇല്ല, അവര് കല്യാണം കഴിഞ്ഞല്ലോ, പ്രോഗ്രാമിലാണ് രണ്ടുപേരും. ഒരാൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ അവനും പ്രോഗ്രാമായിരുന്നു, ചെന്നൈയിലായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് GS പ്രദീപ് പുസ്തകം ഏറ്റുവാങ്ങുന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒരു സാധാരണ സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം? ഒരു 2-3 മിനിറ്റ് പറയാം. ഞാൻ രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെതായ കുറച്ച് വ്യക്തിപരമായ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എനിക്ക് 7 മണിക്ക് 7:50 ഒപ്പിടണം. അത് മുമ്പായിട്ട് വീട്ടിലെ അമ്മയുണ്ട്, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കള പണികളൊക്കെ ചെയ്ത്, പിന്നെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാം ചെയ്യേണ്ടത്. നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് കുടിച്ചിട്ട് പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും, ബാക്കി പിള്ളേർ മരുമക്കളുണ്ടവരുണ്ട്, അമ്മയും ഞാൻ പിന്നെ ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊന്ന് എഴുതണമെന്ന് തോന്നി എന്തെങ്കിലും ഒരു വരി കുത്തിക്കുറിക്കും, തോന്നിയാൽ മാത്രം. അങ്ങനെ ചെയ്യണോ എന്നും ചെയ്യുന്ന ആളല്ല. എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് സമയവും സന്ദർഭമൊന്നുമില്ല. എനിക്ക് അവിടെ ജോലി ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലും തോന്നി എഴുതുന്ന ഒരാൾ. ആ ബുക്കിൽ തന്നെ എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് വേറെ കൊണ്ടുപോകും. ഇല്ലില്ല, ജോലി സ്ഥലത്തുള്ള ബുക്കിന്റെ പുറത്തുള്ള എന്തെങ്കിലും എഴുതാൻ തോന്നി അപ്പോൾ എഴുതും. അതിന് ഇവിടെ വന്നിട്ട് വേണം ആ വാക്കുകളെ എനിക്ക് ഡയറിയിലോട്ട് ആക്കത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് എന്തെങ്കിലും പിന്നെ ജോലിക്കായിട്ട് പോകും. ജോലിക്ക് 8 മണിക്ക് കയറി കഴിഞ്ഞാൽ 2 മണി വരെ ജോലിയാണ്. ആ 2 മണി വരെ ജോലി ടൈം. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് പരിപാടികളും കാര്യങ്ങളും അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് അതിനനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. ആ സമയം അതനുസരിച്ച് ജോലി. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ വീണ്ടും നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കുടുംബശ്രീയിലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, വിങ്സ് ഓഫ് ഉണ്ടെന്ന ലൈബ്രറി ഉണ്ട്. അത്യാവശ്യം പ്രാദേശിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. എല്ലാ ദിവസവും വായിക്കും? ഇല്ല, എല്ലാ ദിവസവും വായിക്കില്ല. കാരണം അത്രയ്ക്കുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. എല്ലാ ദിവസവും വായിക്കില്ല. എനിക്കങ്ങനെ ഇപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണ്? ഞാൻ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത് എനിക്കൊരു 6 മണിയൊക്കെയാണ്. 1 മണിക്കൂർ എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് കാണും. അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ കിടക്കാൻ നേരത്ത് വായിക്കുന്ന ഇഷ്ടം. കാര്യം വായിച്ചുകൊണ്ട് ഉറങ്ങും. ഞാൻ ഉറങ്ങാൻ വേണ്ടി വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ അതേ പേജിന്റെ പിറ്റേന്ന് രാവിലെ ഒന്നും കൂടെ വായിക്കുന്നിട്ട് ഇത് 2 നേരം ചെയ്യാറ്. ഓക്കെ. TV കാണാൻ മറ്റു സംഗതികളൊന്നും? അങ്ങനെയൊന്നുമില്ല. TV കാണാനൊന്നുള്ള സമയമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. സീരിയൽ അങ്ങനത്തെ ഒരു ഇതില്ല. കാണുന്നതിന് തെറ്റൊന്നല്ല, TV ഒക്കെ ഉണ്ട് അത്യാവശ്യം കാണുന്നത്. അല്ലാതെ സമയം ഇപ്പൊ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പോലും സമയമില്ല. കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കണക്കെടുക്കണം, കുറേ കണക്ക്. നമ്മൾ അന്ന് പോകുന്ന വീടുകളുടെ എണ്ണം, അവിടെ എത്ര ഒരു കളക്ഷൻ എടുത്ത് അതിന്റെ ബിൽ നമ്പർ, എത്ര സാധനം ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ സമൂഹത്തിൽ? സ്ത്രീ പുരുഷ വ്യത്യാസം തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ തോന്നിയിട്ട് എനിക്കായിട്ട് ഞാൻ അങ്ങനെ സ്ത്രീയും പുരുഷനായിട്ട് മാറ്റി നിർത്തുന്ന ഒരാളല്ല. സംസാരിക്കും. പക്ഷെ പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയാണ്, കുറച്ച് സംസാരിക്കാൻ പാടില്ല, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സംസാരിക്കാവൂ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കേൾക്കാം. എനിക്ക് അഭിപ്രായം എന്താണ്? അങ്ങനെ എന്തിനാ ഞാൻ അറിയിക്കണേ? എനിക്ക് വായി തന്നിരിക്കുന്നത് ദൈവമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാനുള്ള ഞാനാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം തെറ്റായിരിക്കാം. അതെനിക്ക് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റുള്ളൂ. അത് ഞാൻ ശബ്ദിക്കാതെ